ഹായ് വെൽക്കം ടു ദ ചാനൽ. ഇപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പീഡ് റൺ ആണ് ഗൈസ്. സ്പീഡ് റൺ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൈസ്. അത് ഒരു ആർമറും ഇല്ലാണ്ട് നമ്മൾ ഡ്രാഗനെ പോയി കൊല്ലും ഗൈസ്. നമുക്ക് വില്ലേജിൻ്റെ അടുത്താണ് ഗൈസ് കിട്ടിയിരിക്കണത് നമ്മളെ സീഡ്. ഓക്കെ 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 ഗൈസ്. അയ്യോ വിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എത്ര സ്പീഡിൽ ഡ്രാഗ് ചെയ്യാൻ പറ്റും. എനിക്ക് ആദ്യം ഞാൻ ഫുഡ് എടുക്കട്ടെ. നമ്മളിവിടെ എത്ര സ്പീഡിൽ പറ്റണം നമ്മൾ അത്രയും സ്പീഡിൽ പോകും ഗൈസ്. ചാവോ ഇല്ലയോന്നും എനിക്കറിയില്ല. ചത്താഴെ നമുക്കിപ്പോൾ ഒന്നുമില്ല. പെട്ടെന്ന് ഇതുണ്ടാകട്ടെ. കുറച്ച് ബെഡ് നമുക്ക് എടുക്കണം. നമ്മളിന്ന് ബെഡ് വെച്ച് കുടിക്കണം. എടാ ബെഡ് ഇതൊക്കെ വേണ്ടോ? ഇതൊക്കെ പിന്നെ നോക്കാം. ഇതിനകത്ത് പറ്റിയ ഇതുണ്ടാവോ? ബ്ലാക്ക് സ്മിത്ത്. ഞാൻ എവിടെ നിന്നൊക്കെയാണ് ഈ ഹേബിയിൽ കിട്ടുന്ന അവിടെ കിട്ടണം. എല്ലാ വീടുകളിലും ഈ ബെഡ് മസ്റ്റ് ഗൈസ്. എല്ലാ വീടും ഇതെടുത്തോട്ടോ. എല്ലാ വീടും ഇവിടെ ചെസ്റ്റ് ഇല്ലെങ്കിലും ബെഡ് ഉണ്ടാവും. അതങ്ങനെയാണ്. അതാണ് മൈൻക്രാഫ്റ്റ്. എടാ ഇനി ഈ സൈഡിൽ ഒന്നും വരണ്ടാട്ടെ. ഇവിടെ നിന്ന് ഉണ്ടാവില്ല. എൻ്റെ വീടങ്ങ് പൊളിച്ചെടുക്കാം. മാറി കൊത്തി ചേർക്കാം. ഓ എമറാൾഡ് എമറാൾഡൊക്കെ എന്തിനാടാ നമുക്ക് നമ്മൾ സീരീസ് തുടങ്ങാൻ പോകുന്നത്. ആപ്പിള് കുഴപ്പമില്ല. ഇവന്മാരെ ആർക്കെങ്കിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റില്ലേ എന്തെങ്കിലുമൊക്കെ. ഇവിടെ അയങ്കോളും ഉണ്ട്. ഞാൻ തട്ടാണ്. അതിനൊരു ആക്സ് ഉണ്ടാക്കട്ടെ. ഇതിപ്പോൾ ചത്താലും കൈസ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ഹാർഡ് കോർ ചെയ്യും ഗൈസ്. ഹാർഡ് കോർ പറയാൻ പോലും അറിയാത്ത ഞാൻ ഹാർഡ് കോർ ചെയ്യുന്നു. കൈയൊക്കെ വിറക്കണ്. കൺട്രോളൊക്കെ പിടിക്കുമ്പോൾ കിടന്ന് പെടുക്കുന്നു ഗൈസ്. നമുക്ക് ചെറുക്കണേ നീ തട്ട് മച്ചാണ്. നമുക്ക് ഇതുണ്ടാക്കാം. നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന്. ഗ്ലിച്ച് അടിച്ച് വന്നായിരിക്കും. ഞാൻ അടിച്ചല്ലോ. നീ ഇവിടുത്തെ മൊത്തം ഈ വീൽ എടുത്താ? ഇല്ലല്ലോ, വലിയ വില്ലേജ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ബ്ലാക്ക് സ്മിത്ത് പോലും. ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായി. ഇത് അവന് തല വരുന്നത്. കിട്ടരുത് ബെഡ് എടുത്തോ. ജസ്റ്റ് ഒന്ന് നോക്കാൻ ടൈമില്ല എല്ലാം. എന്റെ ജോലിക്ക് പോയി ചാവട പട്ടി. ഇതാടാ മറ്റേ കൂടോത്രം മച്ചാമാറ ചാവട ചാവ്. നമ്മൾ സ്പീഡ് റൺ ചെയ്യാൻ പോവാ. കരിമു എനിക്ക് എൻ്റെ ഇതൊക്കെ വേണം കേട്ടോ. കരിമു കരിമൂന്ന് പറഞ്ഞ എൻ്റെ പശുവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തങ്കച്ച സ്പീഡ് റൺ ചെയ്യാൻ പോവാ. തങ്കച്ച ഇത് ഡ്യൂപ്പ് തങ്കച്ചൻ ഗൈസ്. ഇത് തങ്കച്ചൻ റോക്ക്. ഞാൻ കുട്ടികൾ കളിച്ച ടൈമില്ലാട്ടാ. കിട്ടുന്നത്ര ബെഡ് എടുത്തോ. നമ്മൾ എത്ര ചത്താലും കുഴപ്പമില്ല. അതെ നമുക്ക് എത്ര ചത്താലും നോ സീനാണ്. കാര്യം നമ്മൾ ജസ്റ്റ് ആദ്യമായിട്ടാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതുവരെ ഇങ്ങനെ സ്പീഡ് റൺ ചെയ്തിട്ടില്ല. ഇതുവരെ നമ്മളിനി മാൻഹണ്ട് ചെയ്യാനാണ്. മാൻഹണ്ട് ഞാൻ ഓടും എടുത്തേട്ടാ പിടിക്കും. അത് ഞാൻ ഓടും നീ പിടിക്കും. ഇപ്പൊ ഇങ്ങനെ ഒളിച്ചാപ്പിന് അതി ഗൈസ്. അത് കാണുന്ന മൊത്തം ബെഡാണ് എന്റെ പട്ടി. നിന്നെയൊക്കെ കൊല്ലിനെ. ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട് ഗൈസ്. ഉമ്മാരവിടെ നല്ല കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് ഇത് മാത്രം മതി ഗൈസ്. ഈ വീട് ഞാൻ കരുത്തോക്കി ഗൈസ്. നമുക്ക് പെട്ടെന്ന് ബ്രെഡ് ഉണ്ടാക്കണം. ടൈമില്ല ഗൈസ്. ഇപ്പൊ എങ്ങനെയാ നമ്മളിങ്ങനെ തിന്നാൻ പറ്റില്ല. കൊണ്ട് മാറ്റാം. ഇവിടെ സീടെ കാമരേന്ന് വന്ന് എടുത്തു നോക്കട്ടെ. അല്ല കിടക്കാറായിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല ഗൈസ്.
ഇനി ഞാനത് ഉണ്ടാക്കിയാൽ മതി. We can do it. No, oh guys, ഇതിനകത്ത് we can do it guys. നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓ എന്നൊക്കെയാണ് ഗൈസ് നമ്മൾ പൊളിക്കണത്. ഞാൻ പൊളിക്കാം. ഇതുവരെ സ്റ്റോണേജ് പോലും ആയിട്ട് കുറച്ച് സ്റ്റോൺ മൈൻഡ് ചെയ്യാം. ഞാൻ പ്രോ ആയതുകൊണ്ട് പിന്നെ സ്റ്റോണൊക്കെ എന്തൊക്കെ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ട് കോപ്പ. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നല്ലോ. അതെ ഗൈസ്, ഇത് കറക്റ്റായിട്ട് സർവൈവൽ നമ്മൾ എടുത്തതാണ്. ഈ സീഡ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. നിങ്ങൾ തന്നെ വിചാരിക്കും ഇത് നമ്മൾ തന്നെ ക്രിയേറ്റീവ് പോയിട്ട് ചെയ്തതാണെന്ന്. അത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും അല്ലേടാ. ഈ അച്ചീവ്മെന്റ് കിട്ടിയത് നമ്മൾ സർവൈവ് ആയിരുന്നു. നോ ക്രിയേറ്റീവ് അല്ല ഗൈസ്. ക്രിയേറ്റീവില് ഗൈസ് അച്ചീവ്മെന്റ് ഓഫ് ആയിരിക്കും ഗൈസ്. അതെ ഗൈസ്, നമുക്കത് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറ്റുമെന്ന് അറിയില്ല. അത് പറയട്ടെ നമ്മുടെ ഈ സീരിയൽ ഇതെന്താണെന്ന്. അത് ഇപ്പൊ പറയട്ടെ. സസ്പെൻസ് ആവും. സസ്പെൻസ് ഗൈസ്. ഇപ്പൊ അതിനെ പറയാൻ നിങ്ങൾ വീഡിയോ ഫുള്ളും കാണില്ല. സസ്പെൻസ് കാണാനെങ്കിലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം ഗൈസ്. എന്താണെന്ന് അറിയാം. ഈ സീഡ് ഞങ്ങൾ ഇതിൽ കൊടുക്കാം ഗൈസ്. ഡിസ്ക്രിപ്ഷനിൽ ഈ സീഡ് ഏതാണ് സീഡിന്റെ നമ്പർ. ഓ സ്ഥലത്ത് കൊണ്ട് എത്ര 1 2 3 ഗൈസ് 4-5 ചർച്ച ഉണ്ട് ഗൈസ് ഉമ്മാരുടെ. കള്ളന്മായ എത്ര ചർച്ചകൾ എന്തൊരു ഉമ്മാരുടെ വില്ലേജിങ്ങനെ അവിടെ പോയിട്ടിരിക്കണത് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എത്ര അയം കിട്ടി നിനക്ക് ആ അയ്യംകുളത്തിന് വന്നപ്പോ? പിന്നെ നമ്മള് പിന്നെ എനിക്ക് ചെയ്യുന്ന അതവരെ സ്റ്റോൺ മൈൻഡ് ചെയ്തപ്പോൾ അവിടുന്ന് കുറച്ച് കിട്ടി. ആണോ അന്നൊക്കെ സ്മെൽറ്റ് ബുക്ക് ഷെൽഫ് നമുക്ക് എന്തിനാ ഇവിടെ പോകും. മറ്റേ ലൈബ്രറി ഉണ്ടാവുമല്ലോ. പിന്നെ ആർമറില്ലാണ്ടല്ലേ എനിക്ക് ശരിയാണല്ലേ, മറന്നു നമുക്ക് ആർമറന്നില്ല പറഞ്ഞു. എത്ര ചത്താലും ഗൈസ് കുഴപ്പമില്ല. ഇതങ്ങനെയാണ് ഗൈസ്. ഗൈസ് പെട്ടെന്ന് എനിക്ക് കുറച്ച് ശവല് വേണം ഗൈസ്. ശവൽ ഉണ്ടാക്കിയിട്ട് വേണം മൈൻഡ് ചെയ്യാൻ. അവറൊന്നും കാര്യമില്ല. ഒക്കെ ഡ്രാഗനെ കൊല്ലാൻ പോകുമ്പോ അവിടെ വെക്കാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ അയ്യന്റെ എല്ലാം ഉണ്ടാക്കാം. എല്ലാം മീൻസ് കുറച്ച് സംഭവം വേണ്ടട്ടാ. നമുക്ക് ആലോചിച്ച് മണ്ടത്തരം ചെയ്യല്ലേ. മുമ്പത്തെ പോലെ മണ്ടത്തരം ചെയ്തിട്ട് വേണം മൂഞ്ചി കിടക്കാൻ. ഗൈസ് അവിടെ കുറച്ച് അയം കാണാൻ സാധ്യത കൂടുതലാണ് ഗൈസ്. ഗൈസ് ഇപ്പം അയം കിട്ടിയാൽ നമുക്ക് അത്ര ഇതാണ് ഗൈസ്. എത്ര ആർമറുകൾ കൂടണോ അത്ര ഇത് കാണും ഗൈസ് കിട്ടുക. എവിടുന്ന് കയറി വരണോ മനുഷ്യനുണ്ടാക്കാൻ കണ്ടില്ല. ഞാൻ ഇവൻ എന്താ കുറച്ച് ഡേട്ട് കിട്ടി നല്ലവൻ. ഈ പച്ചപ്പുളിച്ചാടെ കൊണ്ട് തോറ്റ് അവർക്ക് സംഭവം ആരെന്നോട്ടെ അതിൻ്റെ ഞാൻ ചരിത്രനൊക്കെ തീർത്ത് ഓപ്പൺ ഇറങ്ങി വരുന്നത്. എന്തൊരു മാരി നോക്കിയത് ഗജനാവിനകത്തോട് വെച്ചിരിക്കുകയാണ്. നോക്കി ശരിയാണല്ലോ. തങ്കച്ച മാറി നിൽക്കുക ചിലപ്പോ വെട്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് ഫോണായിട്ട് പുറത്തേക്ക് വന്നാന്ന് തോന്നുന്നത്. എടാ ടേബിൾ എടുക്കാൻ എൻ്റെ സ്ഥലം ഞാൻ എടുക്കാം. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്ക് പെട്ടെന്ന് ഒരു ഇതുണ്ടാക്കാം. ഷീൽഡ് കൈസ് നമ്മൾ ഞാൻ എനിക്ക് ഉണ്ടാക്കണ്ടായിട്ട് നീ ഒറ്റയ്ക്ക് ചെയ്തോ. പറയരുത്. രണ്ടാൾക്കാരായിട്ട് സ്പീഡ് റണ്ണിങ് ഒക്കെ ചെയ്യാൻ പറ്റും. സ്പീഡ് റണ്ണിങ് എന്ന് പറയാൻ പറ്റില്ല. സ്ലോ റണ്ണിങ് എടാ. ഓ ചെറി 1.20 ഒരു അപ്ഡേറ്റ് ആണ്. ചെറി ബ്ലോസം. നിന്നെ കുത്തിവച്ചായിരിക്കും. അപ്പൊ ഗൈസ് നമുക്ക് 2 ഇത് വേണം. ഷവൽ ഉണ്ടാക്കാം ഗൈസ്. 2 ഷവല്. എന്നിട്ട് ആ ഷവൽ എടുത്ത് ഗൈസ് നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇത് ചെയ്യാം. കിട്ടുന്നത്ര ഡേട്ട് മൈൻഡ് ചെയ്യണം ഗൈസ്. നമുക്ക് കുറെ പില്ലർ പൊട്ടിക്കാണ്ടാവും. ഭൂമ ഇറങ്ങിട്ട പോലെ ആരോ ഉണ്ട്. ഞാൻ മാറാം. സത്താലും നിങ്ങളൊന്നും പറയാൻ പാടില്ല ഗൈസ്. അതിന് സെറ്റ് ആർമർ പോയി വല്ലവിടെയും പോയി പഞ്ചിത്ര കുത്തിയേക്കാം. കിട്ടുന്നത്ര ബ്ലോക്ക് എടുത്തോട്ടോ. പക്ഷേ ഇത് ബെഡ് വെച്ച് പൊട്ടിക്കാൻ എനിക്ക് അറിയോടാ. എനിക്കറിയില്ല കേട്ടാ. ബെഡ് വെച്ച് പൊട്ടിയാൽ ഇതുണ്ട്. അതിൻ്റെ അടുത്ത് മൊത്തം തീയാവും ഗൈസ്. ഗൈസ് ഈ വീഡിയോ അത്ര ലോങ് ആവും. അത്രയും ടൈമാണ് ഗൈസ് നമ്മൾ എടുത്തത്. അല്ലാതെ ഞാൻ ടൈമിൻ്റെ മീറ്റർ ഒന്നും വെക്കില്ല. ഓ എനിക്ക് അയം കിട്ടി കുറച്ച്. ഏതാന്ന്. ഓ ഇപ്പോൾ വീട് ചത്തേനെ.
ഇത് കഴിച്ച് നമ്മുടെ ചേട്ടൻ ഗൈസ് ഓ. നമുക്ക് എത്ര ഇതാണ് ഗൈസ്, 1.5 സ്റ്റാക്ക് ബ്രെഡ് കിട്ടി ഗൈസ്. ഒന്നല്ല അധികം മുകളിൽ കിട്ടി ഗൈസ്. നിനക്ക് വേണ്ട കുറച്ച് ബ്രെഡ് ഒന്നും വേണ്ട. എടുത്തോ നീ എടുത്തോ. മറ്റേ ഒരു ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ആയില്ലേ, എനിക്ക് ഇപ്പൊ തന്നെ 8 ആയി. അങ്ങോട്ട് 4 ഇല്ലടാ അങ്ങോട്ട്. കമോൺ. നീ അങ്ങോട്ട് പോയി. ഞാൻ ഇവിടെ ഡേട്ട് മൈൻഡ് ചെയ്യാം. സ്റ്റോർ ഉണ്ട്, ചിലപ്പോൾ അയ്യൻ കാണാൻ കണ്ടിട്ടുണ്ട്. ഈ കേവിന് ഇപ്പൊ നമ്മൾ പോകുന്നുണ്ട്. റീസ്പോൺസ് സെറ്റ് അവിടെ ഇവിടെ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സത്യം നല്ല അപ്പുറത്തെ എവിടെയാണ് കറക്റ്റായിട്ട് ഈ വില്ലേജിൻ്റെ ഇവിടെ അല്ല. എനിക്കെന്തൊക്കെ ഇതൊക്കെ അച്ചീവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഹാർഡ്വെയർ കത്തിച്ചോ. ഞാൻ എന്തുവാണ് ഒരു വീട് നിൽക്കുന്നത്. ഓ ശരിക്കും ഫുഡൊക്കെ വേണമെങ്കിൽ പറയാലോ, ഇവിടെ ഫുഡ് ഉള്ളത്. ഇത് നമ്മളൊന്ന് പോസ് ചെയ്യുന്നില്ല കഴിച്ചതിനെ. അതെ, അല്ലാണ്ട് ഇത് എത്ര ഇതാവുമെന്ന് നമുക്ക് ഞങ്ങൾക്ക് ഡൗട്ടാണ് കേസ്, ഞങ്ങൾ എത്ര കൊല്ലുന്നു. പക്ഷെ ഇതുവരെ ഞങ്ങൾ ഇത് പോലും നോക്കിയില്ല കേട്ടോ കേസ്. അതെ, നമ്മൾ ഇതുവരെ ഇന്ന് രാവിലെ എണീറ്റു, സ്കൂളിലാന്ന് പറഞ്ഞു, സ്പീഡ് റൺ ചെയ്തല്ലോ ചെയ്യാം. പിന്നെ സ്കൂളിലെ കൈസ്, നിങ്ങൾക്ക് ആർക്കൊക്കെ സ്കൂളിലാന്ന് കമൻറ്റ് ചെയ്യുക കൈസ്. ഞങ്ങൾ നോക്കട്ടെ കൈസ്. അടിച്ച് കയറി അമ്മ തിരിച്ചടിച്ച് കയറി വിടും. എവിടെ വില്ലേജറെ ജീവൻ വേണ്ടി ഓടിക്കോ. ഞങ്ങളുടെ ഡ്രാഗനുമായിട്ടൊക്കെ വരിക. കോളും അയൺ ആർമർ ആവും, അതിപ്പോ എനിക്ക് ഉറപ്പായി. നോക്കി കണ്ടൊക്കെ ഇറങ്ങിട്ടാ, അല്ലെങ്കിൽ അമ്മരി ഇരുട്ടാണ് ഗൈസ്, അതാണ് ഏറ്റവും വലുത്. ഇപ്പൊ കുറച്ച് മറ്റേ സ്നോ കൊണ്ട് യൂസ് ഉണ്ടോ ഇത്? മറ്റേ ഇതാണ് ഗൈസ് പീക്ക്, സ്റ്റോണി പീക്ക്. പക്ഷേ ഇവിടെ മൊത്തം ഐസ് ഇരിക്കണോണ്ടേ. അതെ ഗൈസ്, ഈ ഐസ് ഇല്ലായിരുന്നു ഇപ്പൊ നമുക്ക് അവിടെ തന്നെ ഇഷ്ടം പോലെ ആയും കിട്ടും ഗൈസ്. എന്തിയാ ഗൈസ് തന്നില്ലേ പറയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മുകളിലേക്ക് കയറി പോവാ. പക്ഷെ മറ്റേ ടൈപ്പ് കാണണ്ടത് എന്താണ് എന്ത് വെള്ള സാധനം അങ്ങനെ പോകേണ്ടത്. ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല മറ്റേ സാധനം. നമുക്കൊരു കുറച്ച് അയൺ കൂടെ വേണം ഗൈസ്. പോളാർ ബെയറല്ലേ ഇതിന്റെ ബാക്കോട് വരും. അടിക്കുവൊന്നുമില്ല. ചുമ്മാ പേടിപ്പിക്കലടാ. ഒരു പോളാർ ബെയറിന്റെ ബാക്കിൽ കൂടെ പോളാർ ബെയർ അതിനെ കൂടെ പോയി. ദീ കണ്ട എന്റെ കുണ്ടി കണ്ട അതിന്റെ മുകളില് ദീ കണ്ട ആ ചെറിയ ബ്ലോസത്തിന്റെ അടുത്ത് കുക്ക് ചെയ്യേ കണ്ട. ചാമ്പാൻ വരികയാണോ ഇത്രയും സ്പീഡില്? കുട്ടിയില്ല തന്റെ സ്മെൽറ്റിയടായി. 14 കിട്ടിയടാ. എൻ്റെ ഒന്നുണ്ട്, എടുത്ത് ഷീൽഡ് ഉണ്ടായിക്കോട്ടെ മച്ചാനെ. ഓ അല്ലെങ്കിൽ ഹാർട്ടില്ല, അതിനടക്കം ഉണ്ടാക്കാം കോപ്പ്. ഇല്ല ഉണ്ട്. കൊല്ലണതിനെ തേണ്ടി. എടാ ബ്രോ എന്നാ ഷീൽഡ് പിടിച്ചോ. ഞാൻ ഉണ്ടാക്കാൻ പോവാ. ആടി മാസം പൊളിയാക്കാൻ വലിച്ചിരിക്കൂ. ഞാനൊരു ഇതുണ്ടാക്കാൻ പോവാണ്, വാളുണ്ടാക്കിട്ടാ. ഞാൻ വേറൊന്നും ഞാനിപ്പോൾ ഉണ്ടാക്കണില്ല, വാള് മാത്രം. കൈത്ത കുറച്ച് ക്ലിയർ ചെയ്യാ ഗൈസ്. ആ ബക്കറ്റ് ഉണ്ടായിക്കോട്ടെ. പക്ഷെ ബക്കറ്റ് 2 ബക്കറ്റ് ആ ബക്കറ്റ് ഉണ്ടായിക്കോ. നല്ല യൂസ്ഫുൾ ആ ബക്കറ്റ്.
മണ്ടേ അല്ല ഒഴിച്ചെങ്കിലും വരാനാ. അടിയിലിട്ടുണ്ട് ശരിയാ ദേടാ പൊട്ടത് ഇവിടെ ഇങ്ങോട്ട് എവിടേക്കാ ഒരു അടിയിലിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തൊക്കെ വിചാരിച്ചു. പെട്ടെന്ന് വന്നേടാ കിടക്ക് നീ പറ്റുമെങ്കിൽ എന്ത് കിടന്നിട്ട് മിക്കവാറും നമുക്ക് ബെഡ് വെച്ച് പൊട്ടിക്കാൻ അറിയില്ലേ. പക്ഷേ നീ ചാവുന്ന ഒരു ഹാർട്ടൊക്കെ ആയി ഒന്നും നോക്കണ്ട. പക്ഷേ അവൻ എപ്പോഴാണ് ലാൻഡ് ചെയ്യണം അതിൻ്റെ അടുത്തെങ്കിൽ വലിയ പൊട്ടിക്കുക ചാവെന്ന് ഉറപ്പായ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബെഡുള്ളത്. അയ്യോ ഒക്കെ തരാതിരിക്കും. അത് വേണ്ട ദൈവമേ പേടിയാവുന്നു. നമ്മളൊരു നെതറേറ്റ് ആർമർ ആയ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്. അത് തന്നെ പ്രത്യേകിച്ച് ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞാൽ പേടിച്ച് ചാവും ഗൈസ്. ഇത് വേണ്ട ഈ വീറ്റൊന്നും വേണ്ട. ചാവുമ്പോഴവൻ എന്ത് വീറ്റ് ആപ്പിൾ എടുത്ത് ചിലപ്പോൾ ആവശ്യം വരും. ഫുഡ് വല്ല ആവശ്യത്തിന് ഒന്നും ഇട്ടാ ഒരു കാര്യം പറയുന്നത്. ഞാൻ നോക്കി എന്തൊക്കെയാണ് ബീട്രൂട്ടൊക്കെ എന്തിനാ വേണ്ടിയിട്ട് ഹീവിൽ വെച്ച് കത്തിക്കാൻ പറ്റൂലല്ലോ. എടാ 8 വുഡ് വെച്ച് കത്തിക്കാം. ഞാനൊരു നമ്മൾ റീസ്പോൺ ആയി കൊല്ലും. കൊല്ലാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. സ്പീഡ് റൺ ചെയ്ത് കൊല്ലാൻ പറ്റൂ പറ്റൂല കളിക്കല്ലേ. 5 അയനുണ്ട്. ഏറ്റവും കൂടുതൽ ഏതാ ഹാർട്ട് ചെയ്യാൻ എനിക്ക് ഭാഗം ഉണ്ടാക്കുമ്പോൾ ഹെൽമെറ്റാ. പക്ഷേ ചെസ്റ്റ് പ്ലേറ്റ് അങ്ങനെ ഉണ്ടാക്കുക. ചെസ്റ്റ് പ്ലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇത് തന്നെ. നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടാ അത് വേണ്ട റെഡിയായ എടാ പോയാലോ നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ. കുറച്ച് ബ്ലോക്കേ ഉള്ളൂ. ബ്ലോക്കാണ് സീന്. എന്താ പില്ലൊന്നും പൊട്ടിക്കണ്ടോ എനിക്ക്? ആ നീ പ്രോയാണെങ്കിൽ അങ്ങനെ കയറാം. ശരി വാ കയറ്. കുറച്ച് വെള്ളം കിട്ടിയിരുന്നു നിറക്കായിരുന്നു ബക്കറ്റ്. എവിടെ ഇട്ടിരുന്നു സൗണ്ട് ഏതൊരു അവിടെ കാര്യം സാധിക്കും. ഞാൻ ഉണ്ടാക്കിയതല്ലേ ഞാൻ ഉണ്ടാക്കിയതാ. എത്ര 6 കൊണ്ട് അവൻ്റെ ഉണ്ടാക്കാൻ മതി. നീ വാ ക്ഷാമമാണ് വൃത്തിയായിട്ടവൻ. ബ്രെഡ് നമുക്ക് വേണം. ഫുഡാണ് മെയിനായിട്ട് വേണ്ടത്. നീ എന്തൊക്കെ പറയുന്നത്? വാ പോയാലോ. എനിക്ക് പേടിയുണ്ട് ഞാൻ സത്യം പറയാം. വാ കുഴപ്പമില്ലല്ലോ. ഇവിടെ നമ്മൾ പോവാണ്. ചത്താലും ചത്തില്ലെങ്കിലും നമ്മൾ അവനെ എങ്ങനെയും കൊല്ലാൻ നോക്കുക ഗൈസ്. ആ പില്ലർ പൊട്ടിക്കാണ്ട് എങ്ങനെ പൊട്ടിക്കാന്നാണ് ഞാൻ നോക്കുന്നത്. അതിന് കുറെ ബെഡ് ആവശ്യമുണ്ടോ? അത് അവൻ വരുമ്പോഴേക്കും കൊല്ലണം നമ്മൾ അവനെ. ഇതൊക്കെ വേണം ഞാൻ വാട്ടർ അനിമലി ആവുന്ന സാധനമൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഇനി നമ്മളെ ഇത് പറയാല്ലേ സസ്പെൻസ്. ഐ മീൻ ഞാൻ വേറെ ഇത് പറയാം. നമ്മുടെ ഈ വില്ലേജിൽ അടിയാടി തന്നെ സ്ട്രോങ് ഹോൾ ഉണ്ട്. അതാണ് ഒരു സത്യം. ഇനി മറ്റൊരു ഭീകരമായ സത്യമുണ്ട്. കൃത്യമായിട്ട് ഇതിന്റെ അടിയിലാണ്. ഏതാണ്ടൊക്കെ ഇതിന്റെ അടിയിലായിരിക്കും. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ പോണ്ടേ? രണ്ടെണ്ണമായിട്ടല്ലേ ഈ പോണ്ടേ? അല്ലെങ്കിൽ സീനൊന്നുമില്ല. പോവാണീ പോട്ടെ. കോപ്പ് കയ്യിൽ വെള്ളവും ഉണ്ടല്ലോ. ചാവുകയാണ് ഈ ചാവട്ടെ. അത് തന്നെ ഞാൻ പറയും. ഞാൻ ഇവിടുന്ന് രണ്ടായിട്ട് വരുന്നു. രണ്ടെണ്ണമായിട്ട് പോവാം. ഞാനും ഇവിടുന്ന് 2 എണ്ണമായിട്ട് വരാം.
എടാ ഈ ബ്ലോക്കിനെ എടുത്താണല്ലോ ഇല്ല, എടുക്കില്ല. ഇത് എനിക്ക് കേട്ടോ ഇത് രണ്ടോ വരുന്നത്. ഇത് ഏതെങ്കിലും നമ്മൾ ഇങ്ങനെ കുഴിച്ച് അയ്യോടാ ചത്ത് ക്യാമറ പൊട്ടി ഞാൻ തീർന്നില്ല. ശരിയാണല്ലോ. ഇപ്പൊ പൊട്ടിക്കണ്ട എൻ്റെ കുറെ കൂട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരെണ്ണം പൊട്ടി പൈസ നമ്മൾ ചെസ്റ്റുള്ളതിന് മാത്രമാണ് ആകെ ഉണ്ടാക്കിയത് ഇതുവരെ. എത്ര അടിക്കായിരിക്കും ഇരിക്കണേ? അതൊന്നും അറിയില്ല. സാധനം അടിക്കുന്നുണ്ട് എങ്ങനെ ഏത് കൂടെ കുഴിച്ചാലും അങ്ങോട്ട് എത്തും. നമ്മൾ എൻ്റർപോൾ എടുത്താ ഇതിനി വാ, ചിലപ്പോൾ അവിടുത്തെ ചെസ്റ്റിൽ ഉണ്ടാവും ഗൈസ് എൻ്റർപോളൊക്കെ അല്ലേ? എന്തിനാ സ്ട്രോങ് ബോഡിക്ക് മറ്റേ കയറണ്ടേ, ഫോട്ടോ ലോഞ്ച് ചെയ്യണ്ടേ? ബ്ലേസറുണ്ട് പിന്നെ നോക്കാം. ഫസ്റ്റ് അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയട്ടെ അല്ലേ? അതെ, അത് സസ്പെൻസ്. ഇതിന്റെ അടിയിലുണ്ട് അതൊരു സത്യം. അത് കഴിഞ്ഞിട്ട് വേറെ സത്യം അത് ഞങ്ങൾ ഇതുവരെ കാണാതെ ഇത് ചെയ്താണ്. 1 ട്രില്യൺ ചാൻസ്. ഇങ്ങോട്ട് തന്നെ ഈ ഡ്രാഗനൊക്കെ ഉള്ളതിന്റെ ഇടയ്ക്ക് അങ്ങനെ നെറ്റിഷു പറഞ്ഞു പോയാ തീർന്നു. എന്താണ് നീ പോവല്ലോ ഒരു മിനിറ്റ്. ഗൈസ് നമ്മുടെ ഏട്ടൻ പോയി, ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമ്മുടെ ഏട്ടൻ നെറ്റ് ഇഷ്യൂ വന്നതാണ് ഗൈസ്. ഇങ്ങനെ എങ്ങാലോ അതിനിടയ്ക്ക് നെറ്റ് ഇഷ്യൂ പറഞ്ഞിട്ട് എങ്ങാനും നീ ലീവ് അടിച്ച പറയാൻ പറ്റില്ല. എനിക്ക് നിന്നെ വിശ്വാസവും ഇല്ല. സെന്റർമാൻ ഉണ്ടാവും അങ്ങോട്ട് ഇവൻ ചാടി പിന്നാലെ ഞാൻ ചാടാവട്ടെ. നോക്ക് ഇവിടെ എന്നെ കാണിക്കാം വേണ സ്റ്റോൺ ആണെങ്കിൽ ഞാൻ വിചാരിക്കാം. എടാ വെയിറ്റ് ചെയ്യടാ ഉണ്ടാക്കിട്ട് ഇട്ടു കാരണം. ഓക്കെ നമുക്ക് പിന്നെ അതേ ഉള്ളു ഗൈസ്. ഞാൻ മെയിനായിട്ട് തന്നെ കുറെ ഈ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധനം എന്നാ പറ്റുമോ? സാധനം കയ്യിലുണ്ട്. ചിലപ്പോ നേരെ പോയി ലാവിലൊക്കെ ഇരിക്കുന്നു വീണു. അയ്യാണ്ടിരിക്കുന്നുണ്ട് കുറെ. ആണോ? അയ്യോ മറ്റേ സാധനം എടുത്തിട്ടോ. ഫർണസ് ഉണ്ടാക്കാം. കയ്യില് മൊത്തം ഇതല്ലേ സംഭവം. ഞാൻ ഒറ്റ ചവറായിട്ട് വരില്ല. അല്ല അവിടെ ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ ഇതുവരെ പോയത് വരെ. മൊത്തം അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അയണൊന്നും വേസ്റ്റ് ആക്കാൻ ഇല്ല. ഇവിടുന്ന് തന്നെ സ്മെൽ ചെയ്ത് പോവാ ഇങ്ങോട്ട്. സ്മെൽ ചെയ്യാം. ഓ ഷിറ്റ് ഗൈസ്, ഞാൻ വീണ്ടും നമ്മുടെ സാധനം എടുത്തിട്ടാണ്. എന്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കാതെ എനിക്ക് 10 അയൺ കിട്ടി. 10 കൂടെ നമുക്ക് രണ്ടുപേരും ബൂട്ട്സ് ഉണ്ടാക്കാം. രണ്ടുപേർക്കും ഓരോ ഹെൽമെറ്റ് ഉണ്ടാക്കാൻ തോന്നുന്നു അല്ലേ? 10 1 2 കൃത്യം ഒരാൾക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കാം, രണ്ടാൾക്ക്. എടാ ഈ സീഡൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇല്ലല്ലോ? ഇല്ലല്ലോ, ഞാനൊക്കെ കളഞ്ഞു. കഴിക്കാൻ വേണ്ടത് മാത്രം മതി. ഇതൊക്കെ തിന്നാൻ പറ്റുമോ? എനിക്ക് തിന്നാൻ പറ്റുമോ? ആര്യ പറഞ്ഞിട്ട് കളയാൻ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെന്താ ഇപ്പൊ ഒരു ക്രീപ്പർ അതിൻ്റെ ഉള്ളിൽ വീണോ? സീന് കൈസ്. ഇപ്പോൾ ഞങ്ങൾ സ്മെൽട്ടായിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ഹെൽമെറ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് തുടരാ ഗായ്സ്. എനിക്ക് പേടിയാണ്. പക്ഷെ നമ്മൾ കൊന്നിട്ട് കൈസ് 200 തവണ ചത്ത് തീർത്തിട്ട്. അപ്പോൾ ഇതുപോലും ഇല്ല കൈസ് ഈ സംഭവം പോലും. അയാൾ ആർമർ പോലും ഇല്ല. ഏതൊരു തുക്കട സോഡ്. വാ വാ നൈറ്റ് അല്ലല്ലോ. ഇപ്പം പോകുന്നുണ്ട് 2 മണിക്ക്. പിന്നെ ഞാനിപ്പോൾ എന്തിനാ വലിയ എഴുതിട്ട് 2 മണിക്ക് പോകുന്നു? നൈറ്റായി ബ്രോ കിടന്നു പോകും. എങ്കിൽ മോളിൽ നിന്നുള്ള വെട്ടം അടിക്കും. ഈ മഴ ഒന്ന് തീർന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അതെ.
ഏറ്റവും വൃത്തികെട്ടൊരു ഇതാണ് ഗൈസ് വെതറാണെങ്കിൽ 25 മിനിറ്റായി. ഗൈസ് നമ്മൾ 25 മിനിറ്റായി. അരമണിക്കൂറിൽ കൊല്ലാന്ന് കഴിയുന്ന എൻ്റെ മനസ്സിൽ ഗൈസ്. 1 മണിക്കൂർ കൊല്ലാൻ പറ്റുമോ? ലാപ്പീസ് വന്നതാ. വേണ്ട വേണ്ട, നിന്റെ വെയിലുണ്ട്, നിന്റെ വെയിലത്. പിന്നെ അതെനിക്ക് എടുക്കാൻ പറ്റി. ഇരിക്കട്ടെ. എന്താണ് ഗൈസ് ഒന്നും കാണാത്തത്? ഇവിടെ എന്താ വെട്ടം? പറട്ടാ എത്താത്തത് ഞാനൊന്നും കൂടെ ഞാൻ തെറ്റിയോ? ഓരോ മറ്റേ ഡീഫ്ലേറ്റ് അതൊന്നും പറയാൻ പറ്റില്ല ബ്രോ. ഇനി പൊട്ടാൻ കുറേ ടൈം കൊടുക്കും. ശരി, അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റോപ്പ് എടുക്കാം. എൻ്റെ അമ്മൂ ഗൈസ് തീർന്നു. കുഴപ്പമില്ല, അഡ്വാൻറ്റേജ് അല്ലേ നമുക്ക്. ബ്ലോക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ബ്ലോക്ക് കിട്ടും. ശരിയാണ്. ഓ ഒരു കാര്യം ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് അയൺ പക്ഷേ ബൂട്ട്സ് ഓർത്ത് ഹെൽമെറ്റിനാണ് ഏറ്റവും കൂടുതൽ ലൈഫ് കുറയുന്നത്. പക്ഷേ ഹെൽമെറ്റിനാണ് ഏറ്റവും കൂടുതൽ ലൈഫ് കുറയണത്. അപ്പോൾ എന്താ ഹെൽമെറ്റിനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്. അതില്ലോ ഏതാണ്ടൊക്കെ ഡൗട്ട് കിട്ടും എവിടെയാണോ. ഒന്ന് വെച്ചാൽ പൊട്ടിക്കണം. പൊട്ടാൻ കൂടെ ടൈം എടുക്കാൻ ഞാനും എനിക്കാരും പേടിയില്ല. പേടിയില്ല. -30 വരെ നോക്കാം. വേണ്ട 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 ഞാൻ ചാടിക്കോ. അടച്ചോ ഡീപ് സാധനം. നമ്മൾ പറഞ്ഞ സസ്പെൻസ് കാണിക്കല്ലേ. മറ്റേത് പിടിക്കാം സ്പോണർ. അയ്യോ അമ്മ ഇറങ്ങി അടിക്കും. ചത്തറ ഇറങ്ങിയത്. ഒരു മിനിറ്റ് കേട്ടാ. കാണിക്കരുത് ഗൈസ്. സസ്പെൻസ് അടക്കണ്ടേ? അടക്കി അടച്ചല്ലോ. മറ്റേ ഇവിടുന്ന് നീ അടച്ചോ. റീസ്പോൺ സെറ്റ് ചെയ്തോ. കാണിക്കട്ടെ. സസ്പെൻസിൽ എന്താന്ന് പറയുക. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഏൻഷ്യൻ സിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞടാ, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഏൻഷ്യൻ സിറ്റി ഉണ്ട്. അതുപോലെ ഒന്നിങ്ങോട്ട് വന്നേ ഗൈസ്. കാണിക്കട്ടെ. യെസ്, 1 ട്രില്യൺ ചാൻസ് ഫോർ സ്പോണിങ്. നമ്മള് ഇതൊന്നും ചെയ്തില്ല. 12 ഈ സീഡ് ഞങ്ങൾ ഇതിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനത്തെ സീഡാണ് ഗൈസ്. ഇതാണ് ഇങ്ങനത്തെ സീഡ്. അതന്നെ ഗൈസ്, സ്പെഷ്യൽ സീഡ് ഗൈസ്. എടാ നീ റീസ്പോൺ സെറ്റ് ചെയ്തല്ല, എനിക്ക് പേടിയാവുന്നു. എടാ ഞാൻ എൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ബാരൻ. കുറച്ച് എന്തെങ്കിലുമൊക്കെ തിന്നുള്ളൂ വെച്ചു. എന്ത് വെക്കാം ഇതൊന്നും വേണ്ട. അയൺ സോഡ് ഉണ്ട് കയ്യിൽ. പിക്കാക്സ് ഇരുന്നോട്ടെ, ഇതിരുന്നോട്ടെ, ബ്ലോക്ക് ഇരുന്നോട്ടെ, 5-6 ബെഡ് ഇരുന്നോട്ടെ. ശരി, ചാടിയാലോ? ബെഡൊക്കെ എടുക്കണ്ടോ? ഞാൻ 2 ബെഡ് എടുത്തിട്ടുണ്ട്. 2 ബെഡാ? ചുമ്മാ അയ്യോ ഗൈസ്, ചാടി. നീ ചാടിയോ? നീ ചാടിയില്ല, ഞാൻ ചാടും. എനിക്ക് പേടില്ല ഗൈസ്. ഇവനെ കൊണ്ട് മിക്കവാറും അപ്പോൾ ഗൈസ് ഞങ്ങൾ ചാവും. ഇപ്പം 30 മിനിറ്റ് ആവും. ചാടട്ടെ? ഷോതെ പട്ടി സാധനം ഗൈസ്. ഓ തീർന്നു ഗൈസ്. ഞാൻ വന്നപ്പോഴേക്കാണ് ചത്ത്. നമ്മുടെ അയൺ ആർമറൊക്കെ പോയി. ഇപ്പൊ കയ്യിലിപ്പോൾ ഒന്നുമില്ല ഗൈസ്. ഷോഡ് പോലും ഇല്ല. എന്റെ കാര്യം പറഞ്ഞ ഞാനല്ലോ സിൽവർ ഫിഷ് അല്ലേ. ചത്തല്ല സിൽവർ ഫിഷ്. എനിക്ക് എൻ്റെ ആണ് ഇഷ്ടപ്പെട്ട സാധനം. അതായിരിക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഗൈസ്. ഡ്രാഗൺ തന്നെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ രാവിലെ ഡ്രാഗനെ കോൾ ചെയ്തായിരുന്നു ഗൈസ്.
എടാ എനിക്ക് ഷീൽഡ് പോലും ഇല്ലടാ. അയ്യോ അത് നീ പോ, ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം ശരിക്കും ഇത് കാണുമ്പോൾ നഷ്ടങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ ഈ എൻഡ് കാണുമ്പോൾ. പേടിയാവുന്നുണ്ട്. ഗൈസ് എൻ്റെ എല്ലാം പോയി ഗൈസ്, ഒന്നുമില്ല. ബെഡ് എടുത്തിട്ടുണ്ടോ നീ? ഇല്ല, ഒന്നുമില്ല ഗൈസ്. ആ വെയിറ്റിംഗ് ആണല്ലോ അവിടെ ഒരുത്തൻ. നീ നോക്കിയോ? മതിയടാ, ഇതെങ്ങോട്ടാ പോകുന്നു? ഇഷ്ടമിങ്ങനെ പോലെ ചെറുക്കനെ തട്ടി ആടാ. നീയാടാ നോക്കിയേ, നീയാ നോക്കി രണ്ടെണ്ണോ? ആ മതി, നീ വേട്ട് കൊടുക്കും മാറി അടിച്ചല്ലോ ഒരുത്തനെ. വാടങ്ങോട്ട് സുകുമാര് മിക്കവാറും എൻ്റെ അടി വാങ്ങിച്ചിട്ട് പോകും. വാടങ്ങോട്ട് എന്നെ എനിക്ക് ഉമ്മരെ അടിക്കുക. ഉമ്മാര് ഓക്കെ ആയടാ, മറന്നു ഉമ്മരെ ഇടയ്ക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ എനിക്ക് വേണ്ടായി കൊടുത്തു. പക്ഷെ പോയാ വാ അടിയിലേക്ക് നോക്കി പൊക്ക മുത്തേ. മുത്തേ ഞാൻ അടിയിൽ നോക്കിയാ പോണേ മുത്തേ. എടാ ഈ പിള്ളേർക്ക് പൊടിക്കാൻ നല്ല പണിയാണല്ലോ. ചമ്മു ഡ്രാഗൻ അവനെന്തോ വിട്ട് വിട്ടാത് ഐ മീൻ അവൻ്റെ ആ നീ രണ്ടായിരം ബെഡ് എടുത്തിട്ടോ അങ്ങനെ നടക്കും. നീ എന്തുവാണ് ചെയ്യണേ? ബെഡ് പൊട്ടിക്ക, ഇത് ചെയ്യേണ്ടി തീർക്കണ കാര്യമില്ല ഗൈസ്. ഗൈസ് ഞാൻ ഫുഡും എടുത്തില്ല ഗൈസ്. ഞാൻ എന്തിനും ഇങ്ങോട്ട് വന്നിപ്പോ എന്തായാലും ഗൈസ്. ഓ ഗൈസ് അവൻ്റെ വീട് ഹീലായി. അതിന്റെ മുകളിൽ ചത്ര മണ്ട. എടാ ഇയാൾക്ക് ഇത്ര വിവരമില്ലടാ. എടാ കുറച്ച് ഫുഡ് എടുത്തോണ്ടിരിക്കും. പേടിക്കണ്ടാ, ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കും ഇവിടുന്ന്. എടാ ഇവൻ ഒരു തവണ കറങ്ങി വരുമ്പോ ഇങ്ങനെ ഫുൾ ഇതാവും കഴിച്ചു. എടാ തട്ടിയിട്ട് നായി. എന്നാ 20 ബ്രെഡ് എടുത്തോ. വേണ്ട വേണ്ട, എനിക്കുണ്ട്. ഡ്രാഗൺ പൊട്ടിച്ചതൊക്കെ പൊട്ടിച്ചാ? ഡ്രാഗൺ പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. വേഗം വാട ഇങ്ങോട്ട്. എന്റെ ആണോ സ്റ്റോൺ തരണ? ഞാൻ എന്ത് ചെയ്തു? പേടി ഉമ്മയുടെ തല്ലാൻ വരുന്നെ. നീ സ്പ്ലിറ്റ് കൺട്രോളാണോ? ആ അതിനല്ലാണ്ട് കുറച്ച് ദിവസം എന്തൊക്കെ അടി കിടക്കുന്നുണ്ട്. എനിക്കാരെയും പേടിയില്ല. ആ പേടിയില്ലെങ്കിൽ ഓ അയ്യോ എനിക്കാരും അതിനെ കളയാണ്ട് നോക്കിയാൽ മതി. എനിക്ക് നിന്നെ എല്ലാരും കണ്ടിട്ട് പൊതിയാണ് മച്ചാനെ. എടാ ഒക്കെ കൂടെ എന്റെ ഫുഡ് മാത്രം അവിടെ എടുക്കരുത്. ഞാൻ അവിടെ സ്പോൺ പ്രൂഫ് ചെയ്യും. എന്തിന് ഡ്രാഗൺ സ്പോൺ അവിടെ അടിക്കണം? ഏതായി വേണം? നമുക്ക് പറ്റണം അത്ര ടോർച്ച് നമ്മൾ ഉണ്ടാക്കുന്നു. 30 കേസ് ധാരാളം. ഇങ്ങനത്തെ ഒരു സീഡ് നിങ്ങൾ എവിടെയും കണ്ടില്ല. ഞങ്ങൾ ശരിക്കും സ്പീഡാണല്ലേ കേസ്. നമ്മൾ ഈ സീഡിന്റെ എടാ എന്ത് കഷ്ടത്തോടെ താൻ കാണിക്കുന്നത്. ഇങ്ങോട്ട് ഒന്നും നോക്കണ്ട. നമ്മൾ ചാവുന്ന കൊണ്ടല്ലേ ഈ സീഡിക്ക് വന്നേ. ചാവണം കേസ്, ചത്തേറ്റ് വേണം നമ്മൾ കളിക്കാൻ. ഞാൻ ഇവിടെ മൊത്തം സ്പോൺ പ്രൂഫ് ചെയ്യണം ഗൈസ്. ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒടുക്കത്തെ പ്രതീക്ഷകളായിരുന്നു ഗൈസ്. പ്രതീക്ഷകളുടെ പക്ഷേ തോൽക്കണം. തോറ്റല്ലേ നമ്മൾ പഠിക്കുക വേണം. നിന്റെ എന്തിനാ നമ്മള് സ്പൂൺ പ്രൂഫ് ചെയ്യണം? അറിയാണ്ട് ഞാൻ ചോദിക്കുക. ഡ്രാഗൻ ആടാ വന്നടിച്ചേ വേണമേ. നിന്റെ വാളെ കൊമ്പൊക്കെ ഇവിടെ ഇരിക്കുന്ന എന്ത് ചെയ്യാനാണ് അവൻ ഫസ്റ്റ് ആ സിൽവർ ഫിഷ് എവിടെ പോലെ എനിക്ക് ഇതിനാണ് ഈ അവസ്ഥ. എന്തിനു മാത്രം ഗൈസ്, എനിക്ക് എൻ്റെ ആണ് ഒട്ടും ഇഷ്ടമാകത്തരുത്. ഞാൻ ഇവിടെ എപ്പോ വന്നാലും ചത്തിട്ട്. എന്തിനാടാ നിന്നെ എടുക്കാത്ത ഇഷ്ടം? ഇവനെ കുഴപ്പമില്ല ഗൈസ്, ഇവന് അത്യാവശ്യം
എന്തിലിട്ടാ വേറെ ബാക്കിലൊക്കെ ഇല്ല. പെട്ടെന്ന് എടാ നീ എത്ര പൊട്ടിച്ചപ്പോ ഞാൻ 3 തോന്നുന്നു. മണ്ടൻ കണ്ടിട്ട് എടാ ഞാൻ ഇവനെ ഇവിടെ ആ വിട് 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 തൊമ്മു KG ഗൈസ്, KG ഞാൻ ബ്ലോക്ക് എടുത്തില്ല. എന്ത് കഷ്ടമായി. ഫുഡും ഇല്ല ഒന്നുമില്ല. ഞാൻ തീർന്നു പോകുന്നു. ഇവിടെ കുറച്ച് ഫുഡ് എറിഞ്ഞു തന്നെ. ഏതാ വെയിലും ഇല്ലടാ. നിക്ക് ഞാൻ പൊട്ടിക്കട്ടെ, വെയിറ്റ് ചെയ്യുക. ഒരു സംഭവം പൊട്ടിക്കടാ. ഞാൻ നടക്കില്ല. കൊല്ലടാ അങ്ങോട്ട്. അതാണ് ഇതെല്ലാ ഫുഡും വേണ്ടേ. നീ അങ്ങനെ ഓടി പോയാ നീ ഇങ്ങോട്ട് പോയാൽ ഒറ്റ വരാം. ഞാൻ അതാണ് ഇത്രയും തവണ ചത്ത് കണ്ടാ നോക്കാ. ഒറ്റ പട്ടിക്കുഞ്ഞ് പോലില്ല കൂടെ. കാരണം എന്താ എൻ്റെ സ്പോണിങ് ലൈറ്റ് വയ്ക്കുമ്പോൾ ആ എൻട്രമാൻ്റെ സ്പോണിങ് കുറച്ച് കുറയും. ഈടാ എന്ത് സീയാണ്. എടാ ഇവന്മാരെന്നെ സമ്മതിക്കില്ല ഗൈസ്. എൻട്രമാന്മാര് കാലത്ത് 8 മണിക്ക് സ്കൂളിലടിക്കുമ്പല് എത്താൻ ലേറ്റാ പോയ PT സാറിൻ്റെ കയ്യിൽ തല്ല്. മോർണിംഗ് അസംബ്ലിക്ക് വെയിലും കൊണ്ട് വാടിക്കരിഞ്ഞില്ലേ. അസംബ്ലി കഴിഞ്ഞാൽ എടുക്കാൻ മുമ്പിലും ക്ലാസ്സിൽ ചാവാൻ കിടക്കുമ്പോ അല്ലേടാ പാട്ട് പാടണ്ടേ ഡ്രാഗ. സുഖല്ലേ? ഇങ്ങോട്ടും ബ്രിഡ്ജ് ചെയ്യാ ഗൈസ്. രണ്ടും അല്ല പിന്നെ മുട്ടയിടും പെണ്ണ്. ഞാൻ ഇവിടെ മൊത്തം ഫോൺ പ്രൂഫ് ചെയ്ത് ഗൈസ്. എന്നെ കൂടെ അതങ്ങനെ പറ്റുള്ളൂ ഗൈസ്. അപ്പുറത്തെ ഡ്രാഗനുമായിട്ട് എൻ്റെ അനിയെ പൊഴിഞ്ഞടി. ഞാൻ മാത്രം ഇവിടെ കിടന്ന് ഫോൺ പ്രൂഫ് ചെയ്ത് കളിക്കാൻ. എനിക്ക് ബ്ലോക്കൊക്കെ പോയടാ. ഞാൻ ഫസ്റ്റ് തന്നെ 5-6 സ്റ്റാക്ക് കല്ലുകൊണ്ട് ആ സിൽവർ സ്കീ തട്ടിയിട്ട്. നിനക്ക് കൊല്ലായിരുന്നു അതിനെ. നീ കൊന്നില്ല ആവശ്യം. ഗൈസ് നമുക്കത് കിടന്നെണീക്കാം ഗൈസ്. കിടന്നെണീക്കാം. ഇത് തിരിച്ചയക്കാൻ പറ്റുമോ? പിന്നെ ഇതിന് ഗ്യാസ് മാമനല്ല ഈ നമ്മൾ ചാവൂ. ഓ ഗൈസ് നമ്മളിപ്പോൾ എന്തുകൊണ്ട് ഉണ്ടാക്കും? എന്തുകൊണ്ടെങ്കിലും കുറച്ച് നമ്മൾ അരിഞ്ഞത് എന്തെങ്കിലും യൂസ് ആവും. പക്ഷേ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. ലാസ്റ്റ് എത്തിയിട്ട് അവൻ എന്നെ കൊന്നു. കുഴപ്പമില്ല, സ്വാഭാവികം ഗൈസ്. അത് പിന്നെ അല്ലാണ്ട് വാ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി മുത്ത. എനിക്കൊന്നുമില്ലടാ പേട്ടപ്പത്തി. എനിക്കെന്തെങ്കിലും ഉണ്ടോ ഇനി? നിനക്ക് എല്ലാം ഉണ്ട്. ഫുഡ് ഉണ്ട്. എനിക്ക് ഫുഡും ഇല്ല, ഒന്നുമില്ല. ഞാനൊരു സോഡ് ഉണ്ടാക്കാം. പിന്നെ ഒരു കുറച്ച് പാട്ട് പാടേണ്ട കളിയാ. നമ്മൾ കൊല്ലും കഴിയും. ഇവനെ എങ്ങനെയായാലും കൊല്ലും. അതാണ്. പക്ഷെ അത് നല്ല ടൈം കൊല്ലും. എങ്ങനെ കൊല്ലും, എപ്പോൾ കൊല്ലും, എവിടുന്ന് കൊല്ലും, അതാണ് അറിയേണ്ടത്. നീ അവസാനത്തെ ഫിലിമാണോ അത്? അല്ലാന്ന് തോന്നുന്നു. എന്നെയാ ആരുടെ തട്ടിയാ നിന്റെ? എൻട്രമാമനെ എന്നെ കൊല്ലാനുള്ളതാ പട്ടികള്. എൻട്രമാമന്മാരാണ് ഏറ്റവും കൂടുതൽ സീൻ. പക്ഷെ നീ ആ ഡ്രാഗണ ശ്രദ്ധ തിരിച്ചേ പറ്റൂ. തിരിക്കാൻ 2 ഹെൽത്ത് കൊണ്ട് പറ്റുമോ? തിരിക്കാൻ പറ്റും 2 ഹെൽത്ത് കൊണ്ട്. ഞാൻ ചത്തിട്ട് ഞാൻ ട്രിപ്പ് പോണല്ലേ ചാവാൻ. ഈയിടെ പോയി ഞാനെന്ത് ചെയ്യാറുള്ളൂ. ഈ എൻട്രമാന്മാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി പോയില്ലേ. തീർന്നു ഗൈസ്. ചത്ത് എല്ലാ സംഭവങ്ങളും പോയി ഗൈസ്. ഫുഡും പോയി. എൻ്റെ അല്ലേ മന്ദബുദ്ധികളാണ്. നിന്നെ പോലെ എടുത്തേ കഴിഞ്ഞാടാ ഒക്കെ പൊടിച്ചു കഴിഞ്ഞാ. പോടാ മര്യാദയ്ക്ക് പോലും മഴ പൊട്ടിട്ടില്ലേ. എന്നെ പറപ്പിക്കണോ? അടിച്ചടിച്ചിറക്ക തന്നെ. ഇപ്പൊ എവിടെ കുറച്ച് കട്ട ഇരിക്കുന്ന അതാകുമ്പോ ബ്ലോക്ക് ഉണ്ടാ കയ്യിൽ വല്ലതും. ബസ് ഇനി ആകെ
40 അമ്മോ, അവന്റെ 20 മുണ്ട പോണ നോക്കിയോ 40 20 ഉള്ളൂടാ. അവന്റെ സോഡ് കിട്ടി guys എനിക്ക്. ചടിച്ചോ ബെഡൊക്കെ നമ്മൾ ലാസ്റ്റ് എടുക്കണ്ടായിരുന്നു ഗൈസ്. അതെ ഗൈസ് എങ്കിലല്ലേ ഞാൻ ഇവനെന്ന് കൊല്ലും. അയ്യോ മൂഞ്ചി ഗൈസ്, മൂഞ്ചി മൂഞ്ചി ഓ മൂഞ്ചി മൂഞ്ചി. അമ്മ ഇവനെന്തൊക്കെയാ ചെയ്യണത്? ഞാൻ വീണ ചാവട്ടാ. ഏഹ് എന്റെ ഇതൊക്കെ എടുത്തോ. അയ്യോ ഒരു വാട്ടർ ബക്കറ്റോ നീ വല്ല ഇട്ടേ എനിക്ക്. ചാവ് ചത്തില്ലേ? ഓ ദേടാ ഇത് ഇങ്ങനെ ഈ ഒരു പില്ലർ കൂടെ ഇത് ചെറുതാണല്ലോ. ചത്തില്ലെങ്കിൽ കേരങ്ങോട്ട് വെച്ച് കൊടുത്തു. ആ പിന്നെ അതിന്റെ അപ്പുറത്ത് അതും പിന്നെ 3 പില്ലർ ഉണ്ടാ. യെസ് യു ക്യാൻ ഓൺലി ഡു ഇറ്റ് അനിയ. ഓൾ ദ ബെസ്റ്റ്. അടിച്ച് കയറി വാ ഗൈസ്. എന്നെ കൂടെ ഒന്നിനും കൊല്ല. തീർന്നു മണ്ടൻ. അവനും മണ്ടൻ ഞാനും മണ്ടൻ ഗൈസ്. ഇത് ആരാണ് ഗൈസ് മണ്ടൻ? എന്റെ അണ്ടി. ഇറ്റ്സ് മീ ഗൈസ്. പേടിക്കണ്ട ഞാൻ ചെയ്ത അവന്റെ ശ്രദ്ധ. അയ്യോ മൈ ഗോഡ് ഗൈസ്, നിങ്ങളൊരു കാര്യം അറിയാമോ? പോളാ അവസാനമായിട്ട് കയ്യിലിരുന്ന് എല്ലാം പോയി തോന്നുന്നല്ലേ. പക്ഷെ ഇവിടുന്ന് നമുക്ക് കുറച്ച് ബ്ലോക്കുകൾ മൈൻഡ് ചെയ്ത് എടുത്താലോ. പിക്കാക്ക് ഉണ്ടെങ്കിൽ അയ്യോ ഇല്ല. നീ ഓരോ പ്രാവശ്യം പോയി ഓരോ സംഭവങ്ങൾ കളയാണ് അവിടെ. ഞാൻ ഓടിക്കുന്നില്ല പോണേ കൊല്ലാണ് ഇതുപോലെ കൊല്ലുണ്ട്. എൻ്റെ ഐറ്റം കൊടുക്കും എടുത്ത് ഓടിക്കോ. അയ്യോ എൻ്റെ അമ്മയ്ക്ക്. എല്ലാം വേണം. നമുക്കൊരു ബോ ഉണ്ടായിരുന്നു. ഇത്ര പണിയില്ല ഗൈസ്. എല്ലാം സ്നൈപ്പ് ചെയ്തായിരുന്നു. പട്ടി എടാ ഞാൻ എത്ര പിടിച്ചില്ലണ്ടാ. നീ ക്ലാസിക്കല്ലേ? അപ്പോൾ എനിക്ക് ക്ലാസ്സിക്ക് വാങ്ങാത്തൊന്നും പറ്റില്ല. നീ പോയോടുന്ന്. നിനക്ക് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? എന്റെ വായിന്ന് പോലെ കേക്കണ്ട. പക്ഷേ എന്റെ ഫുഡാണ് അതിന് കോപ്പൂല. പട്ടിയെ അടിച്ചിറക്കിയത് ഞാൻ ചെയ്യാൻ പറ്റുന്ന നിനക്ക് അറിയണമല്ലോ. നീ എന്തെങ്കിലും ചെയ്യണം. അവനെ അടിക്കാൻ നിൽക്കണം അവിടെ. അവനെ ഹീൽ ചെയ്ത് ഓ ദേടാ അവിടെ നിന്നാണ് വിളിക്കുന്നത്. എടാ ഒരെണ്ണം കൂടെ ഉള്ളൂ അല്ലേ? ഡ്രാഗനെ അടിച്ച് തീർക്കുന്ന കാര്യം ഞാനായിട്ട് പില്ലർ പൊട്ടിക്കാൻ മാത്രം എൻ്റെ കയ്യിൽ ബ്ലോക്ക് ഇല്ലാതായി പോയി. അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ നോക്കുമ്പോൾ അവനെ കൺഫ്യൂസ് ആക്കായിരുന്നു. ഏതെങ്കിലും ഒറ്റയാൾ കയറാൻ പറ്റുമായിരുന്നു. ഇതെനിക്കുള്ള പരിപാടി. ഞാൻ ഇവനെ ഇവിടെ ചെയ്തോണ്ടിരിക്കും. ആകെ ഒരു പില്ലറും കൂടെ ഉള്ളൂ. ആകെ ഒരു പില്ലറും കൂടെ ഉള്ളൂ. ആ ഒരെണ്ണം ആയതുകൊണ്ടാണ് പലവരായിരുന്നു. അതുകൊണ്ട് പലവര സൈഡിക്ക് ഞാൻ എൻ്റെ സ്പീഡാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ ബ്ലോക്ക് കിട്ടിയെങ്കിൽ ആ പില്ലറും കൂടെ പൊട്ടിക്കായിരുന്നു. ബ്ലോക്ക് കിട്ടിയായിരുന്നു. എൻ്റെ 13 ഇതുണ്ട് പ്ലാങ്ക് അതിന് ഇതാക്കി പ്ലാങ്കാക്കിനെ പ്ലാങ്കിൽ ഈ ഫുഡ് ആക്കാം. പറ്റൂ ഇതിനെ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ചെയ്ത് ബ്ലോക്ക് മഞ്ചേരുണ്ട്. ഇറങ്ങി പോയടോ. എന്തോ സീ എന്തുവാ പോയ എൻ്റെ ഡ്രാഗൻ അതാണ്. ഉണ്ടല്ലോ ഗൈസ്
കൊല്ലാനുള്ള പേടിയുണ്ട്. അപ്പൊ guys, ഇതും കൂടെ പൊട്ടിച്ചാ നമ്മുടെ ഇത് കഴിഞ്ഞു ഗൈസ്. അയ്യോ, ഇവൻ തീർക്കും എന്നെ. തീർക്കില്ലല്ലോ നീ അവസാനം കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇവണ്ടല്ലോ അവസാനം കൊണ്ട് ഒരു മറ്റേടത്തെ പരിപാടി വന്നില്ലേ ചത്തിട്ട് മൊത്തം അലമ്പ്. സ്പീഡ് റണ്ണിങ്ങിന് വരികയാണെങ്കിൽ നമ്മളപ്പോ ഹാർഡ് കോറിൽ വരുന്ന ആലോചിച്ച് നോക്കിയടാ. അതിന് ഞാനും ആലോചിച്ചേ എന്ത് ഹാർഡ് കോർ ആലോചിച്ച് ചെയ്യും ഗൈസ്. നമ്മൾ ഡ്രാഗന്റെ അടുത്ത് വരത്തില്ല ഗൈസ്. ആ സിൽവർ ഫിഷ് എടുത്ത് തീർത്ത്. ഓ ഗൈസ് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അയ്യോ അവിടെ എൻ്റെ സോഡ് കാണാൻ ലാസ്റ്റ് തെഞ്ഞ് നീ പറഞ്ഞ പോലെ തന്നെ വാക്ക് വലിച്ചോടാ തെണ്ടി. അയ്യോ ഇത്ര തീർത്താണേ. ആ അവനല്ല ഇവിടെ എന്തെങ്കിലും ഒന്നുമില്ല ഗൈസ്. കൈ കൊണ്ട് അടിക്കണം നമ്മള്. ഞാൻ നിന്റെ ബെഡെങ്കിലും എടുത്ത് വെച്ച് അടിച്ചാലോ? നിന്റെ വാളുണ്ടാണ്. അടി 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 അടി. വേണ്ട 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 നീ നിനക്ക് തന്നെ ചെയ്യാം. മാജിക് ഉപയോഗിച്ച് കൊണ്ടുപോയി എൻ്റെ അവിടെ വന്ന് ഞാൻ എന്നിട്ട് എൻ്റെ സോഡ് കിട്ടും. അവനെ ഏടാ ഇപ്പൊ പില്ലർ മൊത്തം പൊട്ടിച്ച അവന് മുടയായിട്ടോ. കുറച്ച് ഇപ്പൊ അവിടെ തന്നെ അയ്യോ പോയി. എനിക്കുള്ള പണിയാണ്. ഞാൻ ഇവിടെ തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാലോ? ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഇതുണ്ട് വുഡന്റെ സോഡ് ഗായ്സ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് കുറച്ച് ഇതുണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കുക. ഇയാളാ ഇനി വാടാ മോനെ. ഇയാളാ മോനെ അടുത്ത് പോയിട്ട് കാര്യമില്ലടാ. അവൻ നിന്നെ തെറിപ്പിക്കുള്ളൂ. അവനെ അടിയൊന്നും ഇരിക്കട്ടാ. അതുവരെ മാറി നിൽക്കുന്നു. എടാ വന്നടിച്ചോ. എടാ അവന്റെ വാലിന്റെ അവിടേക്ക് പോവല്ലടാ. ഓ എടാ അവൻ പോയി. എടാ എന്നാ സ്റ്റോൺ സോഡ് വേണം. വേണ്ട 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 എൻ്റെ ഉണ്ട്. പിന്നെ എങ്ങോട്ടേക്ക് വിടുന്നു വേണം മണ്ടേ. അവന്റെ എൻഡർമാൻ അടിക്കണടാ എന്നെ. എൻഡർമാൻ കൊന്നു. നീ ചെയ്യ്. നീ കൂടെ വാ. അതാ വരുന്ന. അപ്പൊ 50 മിനിറ്റ് ആവും. 50 മിനിറ്റാ സ്പീഡ് റൺ ആണോ ഗൈസ്? അത് വേറെ എന്തെങ്കിലും സ്ലോ റൺ. 2 മണിക്കൂർ എടുത്ത് കൊല്ലാൻ പറ്റും. അത് ഗൈസ് ഞാൻ വാങ്ങാൻ ചത്താലി ഇത് കുറച്ചും കൂടെ സ്പീഡിലാക്കാൻ. എടാ അടിക്കാൻ അയ്യോ തീർന്നു. എടാ എന്തുവാണ് ഇത് ഇവിടെ അവൻ ചാവാൻ പോണേന്റെ കട്ടിൽ കിടന്ന് പെട്ടക്കാണ് ഗൈസ്. അവൻ പെട്ടക്കുന്ന ഒരു കുഞ്ഞാണ് ഗൈസ്. ഇവ നോക്കിയാടാ കാണിച്ചു വെച്ചിരിക്കുന്നൂടെക്കാ. എന്റെ സാധനം നിന്റെ ഉണ്ടാ? ഞാൻ ചത്ത്. എന്റെ ഇതെങ്ങാലും സോഡാണോ? അയുണ്ട് അതാണോ? അതൊന്നുമില്ല. നീ ഒന്നോപ്പോ നീ ഇവിടെ വാടാ. എടാ എന്തുണ്ടായിട്ട് കൈ കൊണ്ടാ? എന്റെ ഹിസ്റ്ററിയിലേറ്റവും ഹാർഡസ്റ്റ് ഇത് എന്നാ ഒരു സ്റ്റോണിന്റെ ഇതുണ്ട്. സോഡാ സ്റ്റോൺ ആണ് ഇത്. അവനവിടെ വന്നിരുന്നു. അയ്യോ ഞാൻ ഉദ്ദേശിച്ചു തുപ്പി അയ്യോ തീർന്നു. മണ്ടൻ കേസ് കണ്ടില്ല. നിന്നെ ഒന്ന് കൊന്നാണ് അങ്ങനെ ചെയ്യാനാണ് കേസ്. നമ്മള് കുറച്ച് പ്രോ ആയി പോയില്ലേ. നോക്കിയവൻ എത്ര തുപ്പിയിട്ടിരിക്കണ. അത് പോണില്ല ഗൈസ്. അയ്യോ ഈ അന്ത്യം അവസാനം വരുത്തിയിട്ട് നമ്മള് വിട്ടുകൊടുക്കണോ ഗൈസ്? നോ വേ ഗൈസ്. നമ്മൾ ഒരേ എന്തിനാ കാണിച്ചിരിക്കണത് എനിക്കറിഞ്ഞൂടാ. ഇവൻ എന്താ ചെയ്യാ? നമ്മളെ അടിച്ച് തെറിപ്പിക്കും ഗൈസ്. നമ്മളെ പറപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് കൊണ്ടിട്ടും. എവിടെ അവൻ? അവനെന്താ പോഷന്റെ ഇത് എഫക്റ്റിലാണല്ലോ ഉപയോഗിക്കണേ. അത് തന്നെ എന്തോ മാതിരി ഹാമിങ് പോഷൻ. എടാ എന്നെ ഏത് കാണുന്നേ? എൻഡർമാൻ കൂടെ അടിക്കണടാ. എന്നെ പറ്റുന്നില്ല. ഡ്രാഗന്റെ മെസ്സ് എന്തുവാ പറയണേ? മാജിക്കാ. മാജിക്. എൻഡർമാൻ എന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് കൊന്നു ഗൈസ്.
എടേ എൻ്റെ ഇതിൻ്റെ അടുത്തോളാ അയൺ സോഡ്. എന്റെ വായിനോലും കേൾക്കും. നീ വന്ന് കൊന്നവനെ. അവന്റെ നിന്റെ സ്കിൻ ഡയമണ്ട് ഇട്ടോ തന്നെ ഉണ്ടോ? ഡയമണ്ട് അല്ല, LED ലൈറ്റ് വാരി കൂട്ടിയിരിക്കുകയാണ്. ഡ്രാഗൺ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എന്നെ. ആരോട്ടും സ്നേഹം നിന്നെ ഡ്രാഗന്റെ തുപ്പല് പോയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് പോയില്ലല്ലോ. താങ്ക് യു അണ്ടർമാൻ. കണ്ട ഇവൻ എന്താ എന്നെ തന്നെ ഫോളോ ചെയ്ത് അടിക്കുന്നത്? താങ്ക് യു ഫോർ ഗ്രേറ്റ് ആൻഡ് പ്ലഷർ. ഞാനിപ്പോ ഒന്നും പറയാത്ത എന്താന്നറിയോടാ? ഒന്നുമില്ല. ഇറ്റ്സ് അവർ പ്ലഷർ ഗൈസ്. കൊല്ലടാ. യു ക്യാൻ ഓൺലി ഡു ഇറ്റ്. ഇതല്ല ഗൈസ്, ഇതിനപ്പുറം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നെയാണത് പക്ഷെ എന്നെ ഒരുത്തരം അടിക്കുന്നു. യെസ്, ആന്ന് കുഴപ്പമില്ലടാ. ഇനിയിപ്പോ ചത്താരി എടാ അവൻ നിന്നെ അടിക്കാൻ വേണ്ടി അവൻ നിന്നെ പിന്തുടർന്ന് അടിക്കുക. പിന്തുടർന്ന് നീ കൊല്ലടാ അവനെ. ഞാൻ കൊല്ലായിട്ട് നോക്കട്ടെ. നീ ചാടാ കൈയില്ല നമുക്ക്. ചാടി ഞാൻ ചാട്ടെ. ചാടി. ഓക്കേ ഗായ്സ്, നമ്മുടെ ഇതാണ് ഗൈസ്. പട്ടി നിന്നെ അടിച്ചവനെ ഞാൻ ഒരു അടി എടുത്തിട്ട് വന്നു. എടാ എവിടെ നീ? ഞാൻ ചാടി. നീ സ്കിപ്പ് അടിച്ചാ? പിന്നെ ഞാൻ സ്കിപ്പ് അടിക്കും. എനിക്ക് സ്കിപ്പുള്ള ഓപ്ഷൻ വന്നാ അത് തൊട്ടേ വരുമല്ലോ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മോളിൽ പോയിട്ട് അല്ലെങ്കിൽ വേണ്ട ഇവിടെ മതി, എനിക്ക് വയ്യ. ബാക്കി പോയി. ഓക്കെ ഗൈസ്, ഇത് ഞങ്ങൾ മറ്റേ സീരീസ് പോലെ ഇത് തുടങ്ങുന്നില്ല ഗൈസ്. ഇതിപ്പോ സ്പീഡ് റണ്ണിങ് ഗൈസ്. സ്പീഡ് റണ്ണിങ്, ചത്ത സ്പീഡ് റണ്ണിങ് ഞങ്ങൾ സ്പീഡ് റൺ ചെയ്ത് ഇനി നമ്മൾ മാൻ ഹാൻഡ് ചെയ്യും, ഹാർഡ് കോറിൽ ചെയ്യും. ഇപ്പോൾ 1 ബ്ലോക്ക് ചലഞ്ച്, അത് തന്നെ സ്കൈ ബ്ലോക്ക്, 1 ബ്ലോക്ക്, എല്ലാതരം കോപ്പും ചെയ്യും. പിന്നെ പഞ്ചങ്ക്, അങ്ങനെ പലതും ചെയ്യാം ഗൈസ്. ഇതില് മെയിൻ ആയിട്ട് ദിവനാണ് ഗൈസ് കൂടുതൽ ഇത് ചെയ്തത്. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ ഇതിൽ കറങ്ങി നടക്കായിരുന്നു. അവസാനമാണ് ഞാൻ ഒന്ന് അവനെ അടിക്കാനെങ്കിലും പോയത്. അവിടെ അതവൻ തുപ്പിണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് അവൻ നമ്മളെ അടിച്ചിട്ട് അവൻ തുപ്പി അവിടെ കിട്ടും. പിന്നെ നമ്മൾ അവിടെ കിടന്ന് ചാടും, അടിച്ചോണ്ട് ചാടും. അപ്പൊ കുറച്ചുകൂടെ ലോങ് ആക്കണ്ട വീഡിയോ. ഇപ്പൊ തന്നെ ഇത് പറയാം. അപ്പൊ ഗായ്സ്, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാം ഗൈസ്, ഞാൻ ചത്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കത്ത് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഗൈസ്, ഞാൻ ചത്തേൻ്റെ ഇത് കാരണം എന്താ, ഞാൻ ചത്തേ നല്ല ആർമർ തീർച്ചയായും ഫുൾ ആണെങ്കിൽ പിന്നെ ഞാൻ ചാവേണ്ടതല്ല ഗൈസ്. ആ ആർമർ ഉണ്ടെങ്കിൽ അല്ല എന്റെ ആർമർ ഒന്നും കണ്ടില്ല. എന്റെ ആർമർ ചെയ്ത പില്ലറിന്റെ മുകളിൽ പെട്ട്. അതാണല്ലേ എന്നെ ആ ഒരു ഇത് തട്ടിയിട്ട് എന്തോ സാധനം, എന്നാ ചെറിയ സാധനം പൊട്ടിക്കാൻ പറഞ്ഞത്. അത് നേരെ അതിലേക്ക് മതി. പിന്നെ ഗൈസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഇത് കൊടുക്കണ്ട, സീഡ്. പിന്നെ ഈ വില്ലേജ് കുറച്ച് ദൂരെയാണ്. അതെ, നിങ്ങൾ സ്പോൺ ആയിട്ടൊരു 100-200 ബ്ലോക്ക് പോയാലും ഇത് കാണുള്ളൂ. അപ്പൊ ബൈ, സീ യു ടു. അങ്ങനെയല്ലല്ലോ പറയാം.